ഇന്നലെ ആയിരുന്നു പടം റിലീസ് ആയത്. ഞാൻ ഇനി എന്റെ സൈഡോടെ ജസ്റ്റ് ചെറുതായിട്ടൊന്ന് പറയാം. ഞാൻ പറഞ്ഞല്ലോ ഗൈസ്, എനിക്ക് നമുക്ക് കറന്റ് ഇപ്പൊ ടി വിയിൽ ഒരു ഞാൻ നിങ്ങളെ ചുമ്മാ അതൊന്ന് ഇതാക്കാൻ വേണ്ടി പറഞ്ഞാണ് 5 പേര് എടുക്കുന്നതെന്നൊക്കെ. ഇനി നമുക്ക് സ്ലോട്ടൊന്നും ഇല്ല. ഇപ്പൊ തന്നെ നമ്മൾ 2 പേരെ മാറ്റി വീക്ക്ലി മാറ്റിയിട്ട് കളിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി ആരും വരാൻ പോകുള്ള ടി വിയിൽ, ഇനി ആരും ഇല്ല. ഇത്രേ ഉള്ളൂ, ഈ 2 റിക്രൂട്ട്മെന്റ് മാത്രമേ ഉള്ളൂ. ഞാൻ നിങ്ങളെ ചുമ്മാ ഒന്ന് ആരാന്ന് മനസ്സിലാതിരിക്കാൻ വേണ്ടി ജസ്റ്റ് പറഞ്ഞു എന്നേ ഉള്ളൂ. ഞാനൊരു കാര്യം പറയാം, ഇവരെ 2 പേരും കംപ്ലീറ്റ്ലി ഇതെല്ലാം നിർത്തി അവരുടേതായിട്ടുള്ള കുറെ കാര്യങ്ങളിലേക്ക് പോവാണ് എന്ന് പറഞ്ഞതുകൊണ്ടാണ്. മെയിനായിട്ട് അവരുടെ കാര്യം എന്ന് പറഞ്ഞാൽ എനിക്ക് ഞാൻ പറഞ്ഞില്ല, അന്ന് എനിക്ക് ഇഷ്യൂ ഇല്ലാത്ത ആരെയാണേലും എനിക്ക് പിന്നീട് സംസാരിച്ച് അത് സോർട്ട് ചെയ്ത് അത് ഇതാക്കി പോകാനോ എനിക്ക് മൈൻഡ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ എൻ്റെ അടുത്ത് വെളിയിൽ കാണുമ്പോഴാണേലും അകത്ത് കാണുമ്പോഴാണേലും ഒന്ന് ചിരിച്ച് കാണിച്ചുകൊണ്ടിരുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടായിരുന്നു. അവരോടൊക്കെ ഞാനത് കീപ്പ് ചെയ്തിട്ടുണ്ട്. സോ ഇതിന്റെ അപ്പുറത്തോട്ട് ഇനി വേറെ ഇറങ്ങിയ ഒരു മെമ്പേഴ്സിനെ ഞാൻ തിരിച്ച് ടി വിയിലോട്ട് ഇനി എനിക്ക് കൊണ്ടുവരാൻ പറ്റുന്ന ഭാരത് കുറച്ച് പേര് നിർത്തിപ്പോയി. ബാക്കി എനിക്കിനി കൊണ്ടുവരാൻ താല്പര്യമില്ല. ഇനിയിപ്പോൾ ആരും അങ്ങനെ ഉണ്ടാവത്തില്ല. മാമനെ ഇടും. ഞാൻ മാമനെ കൂടെ ആക്റ്റീവ് ആയതുകൊണ്ടാണ് പറഞ്ഞത്. മാമനെ കൂടെ മാറ്റി ഇടാൻ വേണ്ടിയിട്ടാണ്. അതായത് ഞാനിപ്പോൾ പറയാം 1 വീക്ക് ഇനാക്റ്റീവ്. ഇപ്പം നമ്മളതിനകത്ത് തന്നെ കുറെ പേര് ഇനാക്റ്റീവ് ആണല്ലോ. അപ്പോൾ ആ ഇനാക്റ്റീവ് ആയിട്ടുള്ള ആൾക്കാർക്ക് പകരമായിട്ട് മാറ്റി ഇടും. ഹലോ അണ്ണ കലിപ്പ് മൂഡിലാണോ നല്ല മൂഡിലാണോ? നല്ല മൂഡിലാണ്, സന്തോഷത്തിലാണ്. പറഞ്ഞു. അണ്ണാ സുഖമാണോ? സുഖമാണ്. ഇതാരാ? ഞാൻ കുറച്ച് മലയാളം പഠിച്ചു ഇപ്പോ. ഇതാരാണ്? ഓ ഭായിജാൻ ഇതറേ. ഓ ഭായിജാൻ, ഞാൻ ഇവിടെ ഒരു കാര്യം സംസാരിച്ചോണ്ടിരിക്കുക. ഇത് കഴിഞ്ഞിട്ട് വിളിക്കാവേ. ഓക്കെ അണ്ണാ. ഗൈസ്, ഇപ്പൊ ഞാൻ ഒരു പെർട്ടിക്കുലർ നെയിം എടുത്ത് കഴിഞ്ഞതിന് റിപ്ലൈ പറയണില്ല. അതെനിക്ക് ഒരുമിച്ച് സെറ്റായി പോകത്തില്ല എന്ന് തോന്നിയത് കൊണ്ടാണ് ഇങ്ങനെ ആയത്. നിങ്ങൾ വേറെ ഒന്നും മനസ്സിൽ വിചാരിക്കണ്ട. എനിക്ക് അതിനെപ്പറ്റി കൂടുതൽ ഇൻ ഡീറ്റെയിൽ ആയിട്ട് പറയാൻ എനിക്ക് താല്പര്യമില്ല. ഞാൻ പറഞ്ഞില്ല, അതിൽ കുറെ പേഴ്സണൽ കാര്യങ്ങളുണ്ട്, കുറെ ഇതൊക്കെ ഉണ്ട്. ഞാൻ പറയണത് അതുകൊണ്ടല്ല. അതെനിക്ക് ഓരോന്നോരോന്ന് എടുത്ത് പറയാൻ താല്പര്യമില്ല. മെയിനായിട്ട് അതാണ് എനിക്ക് പ്രശ്നം, മനസ്സിലായോ? ആൻഡ് അവർക്കും അവിടെ ഇപ്പൊ ഒരു കംപ്ലീറ്റ്ലി ഡയോസ് എല്ലാം നിർത്തി വേറെ ഗ്യാങ്സിൽ നിന്ന് പുതിയ ഗ്യാങ്സിൽ നിന്ന് ഇൻവിറ്റേഷൻ വന്നിട്ട് അവർക്ക് അവിടെ കളിക്കാൻ താല്പര്യം പോകാൻ ഇല്ലാത്തത് കൊണ്ടാണ് അവർ കംപ്ലീറ്റ്ലി നിർത്തുകയാണെന്ന് പറഞ്ഞത്. മനസ്സിലായ? ആക്ടിങ് എന്തിനു ആക്ട് ചെയ്യണം ബ്രോ? എന്തിനു ആക്ട് ചെയ്യണം? എനിക്ക് അങ്ങനെ ആക്ട് ഒന്നുമില്ല.